ചന്ദേരി ഷിഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് ചന്ദേരി ഷിഫോൺ ആണ് മാഡം. പകുതി കാശ് നോക്കുകൂലി വേണോട്ടാ. ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള അൾട്രാ ചന്ദേരിയാണ് മെറ്റീരിയൽ വരും. കൗണ്ടറിൽ നമ്മുടെ ഈ ഒരു സാധനം സെയിൽ ചെയ്യാൻ സെയിൽസ്മാൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോക്സ് ചന്ദേരിയിലാണ് വന്നത്. ടോപ്പ് ദാബു കോട്ടൺ, ദുപ്പട്ട മൽക്കോട്ടൺ. ഫാഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പണിയെടുത്തോട്ടാ, ഞാനും പണിയെടുത്തു, എനിക്കുള്ള കാശ് വേണം. ഇറക്കിക്കോ. ഈ ഒരു പാറ്റേൺ മാഡം ഒരാളടുത്തും എസ്പെഷ്യലി നമ്മൾ അത്രയും മൈനത്ത് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ്. ആ ഒരു ഫോക്സ് ചന്ദേരി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. വിത്ത് കർദാൻ വർക്കാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് ചന്ദേരി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോടിലെ ഏറ്റവും ഫേമസ് മാർക്കറ്റിലേക്കാണ്. യെസ്, സ്പേസ് മാൾ. സ്പേസ് മാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിക്ക് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ഒരു ഫാഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് ത്രീ പീസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ലേഡീസിൻ്റെ 3 പീസിൻ്റെ നമ്മൾ കേൾക്കാത്ത കുറേ പേരുകൾ, കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, കുറേ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെയാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് എക്സാക്ട് ലൊക്കേഷൻ സ്പേസ് മാൾ അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ റോഡൊന്ന് കാണിക്കാം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, മാർക്കസ് പള്ളി എന്നാണ് പറയുക. മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാലും മതി. ആ പള്ളിയുടെ ജസ്റ്റ് അടുത്തായിട്ടാണ്. പിന്നെ ഈ ഒരു റോഡിൽ ഈ ഒരു തിരക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറവാണ്. ഇന്ന് ഇട ദിവസം ആയതുകൊണ്ടാണ്. തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ കൂടെ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് തിങ്കളാഴ്ച വെച്ച് വേറെ ദിവസം വരായിരിക്കും നല്ലത്. എല്ലാവരും ധാരണ തിങ്കളാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നല്ല കളക്ഷൻസ് കിട്ടുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. കച്ചവടം നടത്തുന്നോടത്ത് കച്ചവടം നടക്കുന്നവർക്ക് എന്നും പുതിയ പുതിയ ഡിഫറെൻറ്റ് വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ്. അപ്പോൾ സ്പേസ് മാളിൽ ഇത് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ. പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അത് അടിയിലാണ് പാർക്കിംഗ് സൗകര്യം. തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസം വരാണെങ്കിൽ പാർക്കിംഗ് കിട്ടും. അല്ലാത്ത സമയത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. 2 വീലർ ആയാലും 4 വീലർ ആയാലും 3 വീലർ ആയാലും എല്ലാം അത് അതിനടിയിലേക്ക് കയറ്റിക്കോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ലിഫ്റ്റ് ത്രൂ കയറാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാരെ ഇറക്കുകയാണെങ്കിൽ തന്നെ ഈ സൈഡ് വഴി കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ. നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാലോ. സ്റ്റോക്ക് നിറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ് വെറൈറ്റി? ഇത് ഞാൻ ഇട്ടിരിക്കുന്ന പോലെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് അല്ലേ ഈ കാണുന്നത്. എന്തായാലും ഈ പ്രാവശ്യം എന്താണ് വെറൈറ്റി നമുക്ക് നോക്കണം കേട്ടോ. അകത്ത് കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴേക്കില്ലേ എന്തോരം ആൾക്കാരായിരുന്നു ഡിമാൻഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. എന്തൊക്കെ ബിസിയാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇക്ക ബിസിയാണോ? ഞങ്ങളെത്തി. ഈ ആള് കൊള്ളാണ്. സോറി ട്ടാ ഡിസ്റ്റർബ് ചെയ്തേ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തതില് കുറെ കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറെ വെറൈറ്റികളായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് ഇപ്പൊ ഇനി പെരുന്നാളൊക്കെ വരാൻ പോരാ. അപ്പൊ അതിനെന്തെങ്കിലും വെറൈറ്റി നമ്മള് ഇപ്രാവശ്യം നമ്മള് ചന്ദേരിയിൽ ഒരുപാട് വേർഷൻ പുതിയത് കൊണ്ടുവന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലായ് ചന്ദേരി, ഗ്ലാസ് ചന്ദേരി ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അത് നേരെ ഫോക്സ് ചന്ദേരി, ഡയമണ്ട് ചന്ദേരി, അൾട്രാ ചന്ദേരിയിൽ ഒരു 5-6 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഓ, ചന്ദേരിയില് ഗ്ലാസ് ചന്ദേരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. ഇപ്പോഴും ഇവിടെ വന്നപ്പോ ഡയമണ്ട് ചന്ദേരി, ഫോക്സ് ചന്ദേരി, അൾട്രാ ചന്ദേരി ഷിഫോൺ, അങ്ങനെ ഒരു 5-6 പാറ്റേണിൽ നമ്മൾ 5-6 ക്ലോത്തിൽ നമ്മൾ തന്നെ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ തന്നെ ആ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇത് പറയണത് എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവര് ആകെ ഡീൽ ചെയ്യുന്നത് 3 പീസിലും പിന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും മാത്രമാണ്. ഈ ഷോപ്പ് മൊത്തം ഇരിക്കുന്നത് അത് മാത്രമാണ്. ഇനി അതിൽ തന്നെ വെറൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ കോട്ടൺ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതും ഒരു പ്രീമിയം ടൈപ്പ്. അത് കൂടാണ്ട് നമുക്ക് ഫെസ്റ്റിവൽ വെയറിന് നമുക്ക് കുറച്ച് എന്താ പറയുക, അതായത് ബോട്ടിക് ആൻഡ് യൂണിക്, അതായത് പക്ക പ്രീമിയം ആയിട്ട് കൗണ്ടറിൽ നമ്മുടെ ഈ ഒരു സാധനം സെയിൽ ചെയ്യാൻ സെയിൽസ്മാൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡമ്മീൻ്റെ മേലെ വെയർ ചെയ്താൽ മതി. കസ്റ്റമർ നോക്കും, കൊണ്ടുപോകും. അതാണ് ആ ഡമ്മിയുടെ അവിടെ റെഡ് കണ്ടപ്പോഴേക്കും തന്നെ ആ മറൂൺ ഷെയ്ഡ് കണ്ടപ്പോൾ അതിൽ കളർ ചേഞ്ച് ഉണ്ടോ? അതെ, എടുത്തിട്ടു. അതാണ്, വേറെ ഒന്നും ഞാൻ ചോദിക്കാന്നില്ല. ഇവിടുത്തെ കളക്ഷൻസ് ഒന്നും നോക്കാന്നില്ല. പക്ഷെ നമ്മളെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ പ്രാവശ്യം പെരുന്നാളുടെ വെറൈറ്റീസ് എന്താ ഇറക്കിക്കണം നോക്കാം. ചന്ദേരിയില് വെറൈറ്റി, അതല്ലാണ്ട് ഇപ്പൊ ചന്ദേരിയില് വെറൈറ്റി അല്ലാണ്ട് നമുക്ക് വേറെ എന്താ വെറൈറ്റി? ചന്ദേരിയിൽ അല്ലാതെ പിന്നെ മസിലില് നമ്മൾ ലിമിറ്റഡ് എഡിഷൻ ഇറക്കിയിട്ടുണ്ട് മാഡം. കാരണം ഒരു സാധനം തന്നെ ഒരുപാട് പല കാറ്റഗറിയിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ കസ്റ്റമറെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റിയിൽ പെട്ടെന്ന് കൗണ്ടറിൽ സെയിലാവുന്ന സാധനം നമ്മൾ ചെയ്തു. എന്നുവെച്ചാൽ നമ്മുടെ കടയിൽ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഐറ്റം അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്തുനിന്ന് ഉണ്ടാവില്ല. അതാണ് ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത്. പെറ്റൽസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് പറഞ്ഞു. ഇതില്ല മാഡം, ഇത് പക്ക മസ്ലിനാണ് വരുന്നത് തുണി. ഓക്കെ,
ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ആപ്ലിക് വർക്കാണ്. ആപ്ലിക് വർക്കാണ്. അത് എടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ അത് എംബ്രോയിഡറി അല്ലെങ്കിൽ ഒരു പ്രിന്റ് പോലെയൊക്കെ ഫീൽ ചെയ്യും. അതൊന്നുമല്ല, ആപ്ലിക് വർക്ക്, അതും പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ട് വിത്ത് അടിപൊളി ഒരു ദുപ്പട്ട ഓർഗൻസ് അല്ലേ. പിന്നെ സാധാരണ മാഡം ഈ ഒരു കലി പാറ്റേണിൽ വരിക ആകെ 6 കലിയാണ് വരിക. ഇത് 1 2 3 4 5 6 7 8 9 10 ടോട്ടൽ 20 കലിയുണ്ട്. 20 10 മുന്നില് 10 പിന്നില് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇവര് തുണിയുടെ എന്താ പറയാ കോംപ്രമൈസ്. നമ്മുടെ ഫർമ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും മാഡം. അളവ് മീൻസ് നമ്മുടെ ഫർമ, അത് ഇപ്പൊ ബിസിനസ്സുകാർക്ക് അറിയാം ഫർമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്നുള്ളത്. അപ്പൊ തുണിയുടെ മാർജിൻ ഇട്ടിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തുണിക്ക് വെച്ചാൽ ഒരു പിശുക്ക് കാണിച്ചിട്ടില്ല, അതാണ് പറയാനുള്ളത്. ഈ സെയിം ആപ്ലിക് വർക്ക് തന്നെ നമുക്ക് സ്ലീവ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഫുള്ളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ, സ്ലീവ് ഫുള്ളാണ്. 20 സ്ലീവ് വരും. സ്ലീവിലും അതുപോലെ ആ ഒരു ആപ്ലിക്കിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തൊട്ട് ഫീൽ ചെയ്യണം, അതാണ്. പിന്നെ ഫസ്റ്റ് ടൈം മസ്റ്റ് വിസിറ്റ് ആണ് ഇതുവരെ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂല്ലേ? വീഡിയോ കോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിക്ക് എന്തായാലും വീഡിയോ കോൾ ചെയ്യുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ കോളിൽ അവർ ഉദ്ദേശിക്കുന്ന തുണി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ടാകില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അവർ കൗണ്ടറിൽ വന്നിട്ട് ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ അടുത്ത ടൈം നമ്മൾ അവർക്ക് വീഡിയോ കോൾ എന്തൊക്കെ എല്ലാം ചെയ്തു. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഈ തൊട്ട് ഫീൽ ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ഫിനിഷിങ്ങും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ തവണ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഇതെടുത്തോ അതെടുത്തോ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതാണ്. ഇത് നോക്കിയേ, നല്ലൊരു ഹാൻഡ് വർക്കാണ് മാഡം. ഇത് ഏതാ മെറ്റീരിയൽ? കൊൽക്കത്ത വർക്കാണ്. ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോക്സ് ചന്തേരിയിലാണ് വന്നത്. അതിന്റെ വർക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ലീവ് പോർഷനിൽ ഇതുപോലെ തന്നെ ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗും വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ചന്തേരിയിൽ ഒരു ഫോക്സ് ചന്തേരി വരുന്നത്. ഫോക്സ് ചന്തേരി ടൈപ്പ്. ഈ സംഭവം വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. പിന്നെ ഇനിയിപ്പോ കോപ്പി ആയി വരും. അതെന്തായാലും പാർട്ട് ഓഫ് ബിസിനസിന്റെ ഒരു ഭാഗമാണ്. അതെന്തായാലും വരും. പക്ഷെ ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫോക്സ് ചന്തേരിയിൽ പിന്നെ ഈ ചോദിക്കുമ്പോ ഇപ്പൊ ഈ കളർ നമ്മൾ കാണിച്ചല്ലോ. ഇതിലിപ്പോ എങ്ങനെയാ എടുക്കണം? ബിസിനസ് സ്റ്റാർട്ടപ്പ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് ഒരു പാറ്റേണിൽ 4 പീസ് കമ്പൽസറി ആയിട്ട് വരും. സൈസ് വൈസ് ആയിട്ടാണ് കൂടുതൽ വരുന്നത്. അത് മീഡിയം, M2, XXL. അപ്പൊ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസിന്റെ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം, നിർബന്ധമാണ്. അത് ഒരു ഒറ്റ കളർ, ഒറ്റ ഡിസൈൻ, ഒറ്റ പാറ്റേൺ തന്നെയായിരിക്കും. സൈസ് മാത്രം വ്യത്യാസം. അത് പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. കൂടുതലായിട്ട് കസ്റ്റമർ അതേപോലെ തന്നെ മാഡം M അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് L2, XXL ഓപ്ഷനും കോംബോ ഓപ്ഷനും ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതും നമ്മുടെ അതേപോലെ തന്നെ ആ ഒരു ഫോക്സ് ചന്തേരി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. വിത്ത് കർദാൻ വർക്കാണ്. കർദാന വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഗാദർ ആയിട്ടുള്ള ഫിനിഷിംഗ് ആയിരിക്കും നമ്മുടെ വർക്ക്. ആ ഒരു അയണിങ് കൂടി ഒന്ന് ഫ്ലീറ്റിന്റെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഫ്ലീറ്റിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ്, ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് അതൊക്കെയാണ്. കർദാന വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാന്റ് വിത്ത് ദുപ്പട്ടയിൽ ഈ സൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട്. ഇതും ഫോക്സ് ചന്തേരി. അതെ, ഇത് ഫോക്സ് ചന്തേരി. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന അതിനെ കുറിച്ച് പറയാം നമുക്ക്. ഇത് എന്താ കോട്ടൺ? നമ്മുടെ ദാബു കോട്ടൺ ആണ്. ദാബു കോട്ടണില് ക്രോഷ്യ ലൈസ് ആണ് വരുന്നത്. ലേസ് നെക്കിന്റെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അതേ ലേസ് തന്നെ നമുക്ക് സ്ലീവിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അടിയിലേക്ക് പോകും തോറും നമുക്ക് ചെറിയ ചെറിയ ബൂട്ട വർക്ക്, ഇവിടെ എംബ്രോയിഡറി വർക്കിന്റെ ഡീറ്റെയിലിംഗ്, ആ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ട വിത്ത് 4 സൈഡ് 4 ബാജു ക്രോഷ്യ ലേസ്. ഇത് മൽക്കോട്ടൺ. ഇത് മൽക്കോട്ടൺ. ഇത് ടോപ്പ് ദാബു കോട്ടൺ, ദുപ്പട്ട മൽക്കോട്ടൺ. അത് എന്നെക്കാളും നന്നായിട്ട് മാഡത്തിന് ക്ലോത്തിനെ പറ്റി അറിയാം. നമുക്ക് ഇത് തൊടുമ്പോ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോ ഞാനോ നീയോ എന്നല്ല. ഇപ്പൊ നമ്മള് ഒരു കച്ചവടക്കാരാണെങ്കിൽ നമുക്ക് തുണി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ അല്ലെ, കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് നോർമലി ഇത് ഇവിടെ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ദാബു കോട്ടൺ ആണ്, ഇത് മൽക്കോട്ടൺ ആണ്. അത് ആ ഒരു കോമ്പിനേഷനിൽ ചെയ്യുമ്പോ പിന്നെ കോമ്പിനേഷൻ ഇനി ഇറക്കണമല്ലോ അല്ലേ. പിന്നെ പാന്റിനെ കുറിച്ച് എനിക്ക് എടുത്ത് പറയാനുണ്ട്. നോർമലി എല്ലാവരും ചെയ്യുന്നത് വേറെ മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. ടോപ്പ് ഏതാണോ അതെന്നാണ് ബോട്ടത്തിനും യൂസ് ചെയ്യുക. അത് നിർബന്ധമായിട്ട് ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും സാൻഡൂൺ മെറ്റീരിയൽ, സാൻഡൂണിൽ ഗ്ലേസിംഗ് ഉള്ള സാൻഡൂൺ ഉണ്ട്, പിന്നെ ഡൾ സാൻഡൂൺ ഉണ്ട്. നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മളത് ടോപ്പ് ഏതാണോ വരുന്നത് ആ സെയിം സാധനം തന്നെയാണ് ബോട്ടം യൂസ് ചെയ്യുന്നത്. അത് എടുത്ത് പറയാണ് കേട്ടോ. ഈ പെറ്റൽസിന്റെ അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്രത്യേകതകളുണ്ട്. ആ ചെറിയ പ്രത്യേകതകളാണല്ലോ ഒരു ഡ്രസ്സിനെ മൊത്തത്തിൽ പ്രത്യേകതയാക്കണത്. തീർച്ചയായും. ഇനി ഈ ഒരു പാറ്റേൺ ഇപ്പോഴത്തെ ട്രെൻഡി കളറാണ്, പൗഡർ ബ്ലൂ ആണ്. ഇത് നമ്മുടേതെന്ന് പറഞ്ഞാൽ ഈ ജോയ് അണ്ടർലൈസ് താഴെ വരെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഷോള് സ്കാലപ്പ് വിത്ത് ഓൾ ഓവർ ബുട്ടയാണ് വരുന്നത്. ഇത് നമ്മുടെ
ഗ്ലാസ് ചന്തേരിയാണ് മേഡം. കഴിഞ്ഞ പ്രാവശ്യം ഗ്ലാസ് ചന്തേരി അത് ഭയങ്കര എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഗ്ലാസ് ചന്തേരിയും കൂടിയായിരുന്നു. നല്ലൊരു മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. വെച്ചാൽ ഏതൊരു ഫംഗ്ഷൻ ഇട്ട് പോയാലും ഒന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഉടുത്ത ഡ്രസ്സില്ലേ, അത് ഒരു 4-5 ഫംഗ്ഷൻ ഇട്ട് പോയോട് കൂടിയിട്ട് അവർ ചോദിക്കുന്നത് ഇതെന്താ മെറ്റീരിയൽ, നല്ല രസമുണ്ടല്ലോ, കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ. അതാണ് ലുക്ക് തന്നെ നമ്മുടെ മാറ്റി കളഞ്ഞു. പക്ഷെ അത് വിചാരിച്ച ഒരു പീസിന് ഇങ്ങോട്ട് വരരുത്, ഹോൾസെയിലാണ്. അതുകൂടി എടുത്ത് പറയാണ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഹോൾസെയിൽ എടുക്കുമ്പോ എത്ര രൂപയ്ക്ക് എടുക്കണം, എന്താണ് അതൊക്കെ സ്ക്രീനിലെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടീം അനൗൺസ് ചെയ്യും. ഇത് അതേപോലെ തന്നെ മാഡം ഗ്ലാസ് ചന്തേരിയിലാണ് വരുന്നത്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ മൾട്ടി എംബ്രോയിഡറി 3 കിലോമീറ്റർ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ഈ സ്ട്രൈറ്റ് പാറ്റേൺ കിലോമീറ്റർ പാറ്റേൺ, അതും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പുതിയ അറിവായിരുന്നു. കിലോമീറ്റർ വർക്ക് എന്നാണല്ലേ ഇതിനെ പറയാ, കിലോമീറ്റർ പാറ്റേൺ. ഇത് അതുപോലെ തന്നെ ഫ്ലീറ്റിന്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഇത് ദുപ്പട്ടയില് വരെ അത്യാവശ്യം നന്നായി വർക്ക് കയറ്റിയിട്ടുണ്ട്. കണ്ടോ, 2 സൈഡിൽ അടുത്തേക്ക് വന്നാലേ ആ ഒരു ഡിസൈൻസിന്റെ ക്ലിയർ ആയിട്ടുള്ള കിട്ടും. ഇത് ഇവിടെ ഒരു എംബ്രോയിഡറി, ബൂട്ട വർക്ക്, സീക്വൻസ് വർക്ക് എല്ലാം കൂടിയിട്ടായിട്ടുള്ള ഒരു വർക്കാണ്. പിന്നെ മെഹന്തി ഷെയ്ഡാണ് വരുന്നത്, പാരറ്റ് ഗ്രീൻ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ലുക്ക്. ഇനി മാഡം വേറെ ഇതല്ലേ പുറത്തും ഡമ്മിയിലുണ്ടായിരുന്നു. ഓക്കെ, ഇതെന്ത് മെറ്റീരിയൽ? ചന്തേരി. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് ചന്തേരി. ഡയമണ്ട് ചന്തേരി പോരെ. അപ്പൊ ഫോക്സ് ചന്തേരി, ഗ്ലാസ് ചന്തേരി, ഡയമണ്ട് ചന്തേരി, ഇനിയും കിടക്കുന്നുണ്ട് ചന്തേരിയില്. അപ്പൊ ഒരു രക്ഷയില്ല. ഈ പ്രാവശ്യം ചന്തേരിയാണ് മൊത്തത്തില്. അതേപോലെ തന്നെ നമ്മൾ സ്ലീവിനും ഇതേപോലെ തന്നെ കടുതാനും ഓൾ ഓവർ ഈ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നു. അതേപോലെ ഈ ഒരു വർക്ക് അടിപൊളിയായിട്ടുണ്ട്. വർക്കും ഡീറ്റെയിലിംഗും എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടമായിട്ട്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു റിച്ച് ഫീൽ. ബുട്ടിക്കാണല്ലോ, അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്തായാലും നമ്മുടെ ഓരോ ഡ്രസ്സിലും നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുമ്പോ ഇതാണ് വരുന്നത്. ഒരു ഇതിൽ എത്ര ഷെയ്ഡ് വരുന്നുണ്ട്? 2 ഷെയ്ഡാണ്, ആകെ 2 ഷെയ്ഡാണ്. പക്ഷെ ഇതും ഒരു രക്ഷയില്ലാത്ത ഒരു കളറാണ് കേട്ടോ. ഇതിപ്പോ കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പൗഡർ ബ്ലൂല് ഡാർക്ക് ലൈറ്റ് ചാട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണിക്കുന്നത് അല്ലാതെ ഒന്നില്ലെങ്കിൽ 2 ഷെയ്ഡ് അല്ലെങ്കിൽ 4 ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. മാക്സിമം 2 ഷെയ്ഡ്, റയർ ആയിട്ട് 3 ഷെയ്ഡ് വരും. നമ്മൾ ഒരു താണ് വരുമ്പോൾ 4 ഷെയ്ഡാണ് മാഡം വരിക. അതിൽ ഏറ്റവും നല്ല കളർ നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാരണം കളർ വൈസ് വരുമ്പോൾ എന്തായാലും 4 കളറിൽ വരുമ്പോൾ 1-2 കളർ ഡെഡ് ആയിട്ട് കൗണ്ടറിൽ കിടക്കും. നമ്മൾ ചെയ്യുക ഈ 4 കളറിൽ ഏറ്റവും നല്ല കളർ ഏതാണോ ആ കളർ നോക്കിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു പീസ് പോലും കസ്റ്റമറിന്റെ ഡെഡ് ആയിട്ട് അവിടെ കിടക്കൂല. എപ്പോഴും സെയിൽസ് അല്ല, ഡെഡ് പോട്ടെ, ഇത് കടയിൽ കൊണ്ട് വെക്കുമ്പോഴേക്കും പിന്നെ ഡെഡിന്റെ കാര്യം വിഷയമല്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പത്തെ 3 പീസിന്റെ അടുത്തൊരു ഇതിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറിയും ചെറിയ ചെറിയ ട്രാൻസ്പെറന്റ് സ്വീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ദുപ്പട്ട മാത്രമാണ്. ദുപ്പട്ട എല്ലാം നമുക്ക് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത് ഇവരുടെ ആ ഒരു ടോപ്പിന്റെ ലുക്കാണ്. ടോപ്പില് ഈ പോർഷനിൽ ബോട്ടം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ പോർഷനിലും സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ബ്ലാക്ക് ലവേഴ്സിന് വേണ്ടിട്ട് മെറ്റീരിയൽ പറഞ്ഞില്ല കേട്ടോ. മെറ്റീരിയൽ ഡയമണ്ട് ചന്തേരിയിലാണ് വരുന്നത്. ഡയമണ്ട് ചന്തേരി നല്ലൊരു പ്രീമിയം. വേറെ ഏത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്താ പറയാ, നല്ലൊരു ഷേപ്പിന്റെ കാര്യം ആള് പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞില്ല. അതായത് ഒരു ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫർമ തന്നെ നോക്കാം നമുക്ക്. ഇതൊരു ഏലൈൻ സ്റ്റൈലിലാണ്. എനിക്ക് ഫിറ്റിംഗ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെറ്റൽസിന്റെ പ്രത്യേകിച്ച് ഒരു രക്ഷയില്ല. ഇത് അതേപോലെ മേഡം ഏറ്റവും പുതിയ വേർഷൻ ആയിട്ടുള്ള അൾട്രാ ചന്തേരിയാണ് മെറ്റീരിയൽ വരുന്നത്. അൾട്രാ ചന്തേരി ഇത് ഒരു കോട്ടൺ ഫിനിഷിംഗ് പോലെ കോട്ടൺ ഫിനിഷിംഗ് ആണ്. ഇത് എപ്പോഴും എന്താ പറയുക, നമ്മൾ കുറച്ച് വേറെ ഏത് കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷിംഗ് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അൾട്രയിൽ ഡിം ആകൂല. ഇത് നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. ഇതിപ്പോ കുറെ നാളായി ഈ ഒരു ഡയമണ്ട് ചന്തേരി ഇറക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ നമ്മളിപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് നോക്കിയിട്ട് ചെയ്ത ഒരു തുണിയാണ് ഈ ഡയമണ്ടും ഫോക്സ് ചന്തേരിയും ഡയമണ്ട് ചന്തേരിയും അൾട്രാ ചന്തേരി. ചന്തേരിയിൽ തന്നെ വെറൈറ്റികള്. അതെ. നമ്മൾ ഇത്ര നാള് പറഞ്ഞത് 3 പീസിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റികൾ അല്ല, മെറ്റീരിയൽ തന്നെ ഇത്രയും അധികം വെറൈറ്റി, അത് പറയാം ധൈര്യമായിട്ട്. ഇത് അതേപോലെ മാഡം ബനാറസി മൽചന്തേരിയാണ്. ബനാറസി മൽചന്തേരി ഇല്ലേ,
ഇത് വാഷ് ചെയ്യുന്നതോറും നന്നാവുള്ളൂ അല്ലേ? ഇത് ഡ്രൈ ക്ലീൻ ചെയ്യണം മാഡം, ഓൺലി ഡ്രൈ ക്ലീൻ. അതിപ്പോ ഇവിടുത്തെ എല്ലാ ഐറ്റം അങ്ങനെ തന്നെയാണ്, ഡ്രൈ ക്ലീൻ ആണ്, ബുട്ടിക് ടേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് വീട്ടിൽ വാഷ് ചെയ്യാണ്ടിരിക്കുന്നില്ല. പിന്നെ ഡെയിലി വേറെ വേറെ മാറ്റിയിടുന്നവർക്ക് ഇത് വീട്ടിൽ വേണമെങ്കിൽ വാഷ് ചെയ്തു, അതൊന്നും ഒരു പ്രശ്നമില്ല. കോൺസെപ്റ്റ് ഒരു ഡിഫറെന്റ് ആണ് ദുപ്പട്ട മാഡം. ദുപ്പട്ട ഇങ്ങനെ ഒരു ലൈൻ പോയിട്ടല്ലേ, പിന്നെ സൈഡിൽ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 3 പീസ് മൊത്തം ഇവിടെ ഇരിക്കുന്നത് 3 പീസും അൺസ്റ്റിച്ചഡും. 2 പീസിന്റെ ഒരു ഐറ്റം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മളത് ചെയ്യുന്നില്ല, കാരണം ഇവിടെ ബുട്ടിക്ക് മാത്രം മതി. ഇത് അതേപോലെ മാഡം മലായി ചന്തേരി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ ഇതിന്റെ പാറ്റേൺ എടുത്ത് പറയാണ്ട് ആ സൈഡില് ഞാൻ ഇതിങ്ങനെ വെയർ ചെയ്യുമ്പോ കാണിച്ചു, വെയർ മീൻസ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡ് വർക്ക് കണ്ടോ, ആ ഒരു ഷേപ്പ് ഇടുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പ്, അതുപോലെ ആ ഒരു ഫ്ലീറ്റ് വർക്ക്, ഇതൊക്കെ ഇടുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കടയിൽ കൊണ്ട് വെക്കേണ്ട താമസമുള്ള ഓരോരോ ഡിഫറെന്റ് പാറ്റേൺ, മെറ്റീരിയൽ മാത്രമല്ല പാറ്റേണും നമുക്ക് കൊടുക്കാൻ പറ്റും. ദുപ്പട്ട വിത്ത് അതേപോലെ തന്നെ ജോയിന്റർലെസ് ആയിട്ട് ഫുൾ ദുപ്പട്ടയാണ് വരുന്നത്. ദുപ്പട്ടയ്ക്കൊക്കെ ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് ആണ്. ഇനി എടുത്ത് ഞാൻ വലിച്ചു വരി കാണിക്കേണ്ട ആവശ്യമില്ല. പെറ്റൽസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പെറ്റൽസ് തന്നെയാണ്. ഇതും അതേ സെയിം തുണി തന്നെയാണ് വരുന്നത് മാഡം, മലായി ചന്തേരി തന്നെയാണ് വരുന്നത്. ഓക്കെ, ഫുൾ ഓവറോൾ വർക്ക്, ഓവറോൾ വർക്ക്, പൊട്ട്ലീര ബട്ടൺസിന്റെ ഡീറ്റെയിലിങ്ങും. അപ്പൊ ഇത് ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ഞാനിപ്പോ ഇത് ബുട്ടിക് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേത് മനസ്സിലായിട്ടുള്ള ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റോ? നമുക്കിപ്പോ ചില കസ്റ്റമറിന് ഇതേപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പീസ് പ്രൊഡക്ഷനിൽ ഇടണമെങ്കിൽ 120 പീസ് മിനിമം നമ്മൾ പ്രൊഡക്ഷനിൽ ഇടണം. അത് ആ കസ്റ്റമറിന് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ കമ്മിറ്റഡ് ആണ്. ആ സാധനം നമ്മൾ വേറെ ആർക്കും ചെയ്യൂല. നേരെ മറിച്ച് അവരൊരു 8 പീസ് 10 പീസ് 5 സെറ്റ് ആണെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ അപ്പൊ അത് യൂണിക് ആവില്ല. അപ്പൊ നിങ്ങൾക്കുള്ള ഐറ്റം തന്നെ അത് വേറെ ആൾക്കാർക്കും അത് പോവും. അപ്പൊ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഡിസൈൻസ് നിങ്ങൾക്ക് തന്നെ വേണം, വേറെ ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇത്ര പീസ് എങ്കിലും എടുക്കണം. ഒരുപാട് കൗണ്ടറിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ 10 പീസിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ യൂണിക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയില്ല. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു വെച്ചാൽ നമുക്ക് എന്താ കളക്ഷൻസും മെറ്റീരിയൽസും വെറൈറ്റീസും കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് അതേപോലെ മാഡം, ഇത് ചന്തേരി ഷിഫോൺ, ഏറ്റവും ലേറ്റസ്റ്റ് ചന്തേരി ഷിഫോൺ ആണ് മാഡം. വാവ്, അതിലും കാന്ത വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതും വെറും കാന്ത വർക്ക് അല്ല, പ്യുവർ ഒറിജിനൽ കാന്ത വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെഷീനിൽ കാന്ത വർക്ക് വരുന്നുണ്ട്, ആ വർക്കല്ല ഇത്. അപ്പൊ ഇത് ഏതാ മെറ്റീരിയൽ? ചന്തേരി ഷിഫോൺ മാഡം, ലേറ്റസ്റ്റ് കളക്ഷൻ. ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ തന്നെയാണോ വർക്ക് വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു കാന്ത വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്താൽ ഭംഗി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നത്. ഇതിലിപ്പോ എത്ര കളേഴ്സ് ഉണ്ടാവും? ഇതിലിപ്പോ 2 കളേഴ്സ് വരുന്നുള്ളൂ മാഡം. വരുന്ന സാധനം അൽഹംദുലില്ലാ അപ്പം തന്നെ അതാണ് സിഗ്നേച്ചർ ആയിട്ടാണ്. അത് ഞാൻ വേറൊരാൾക്കും കൊടുക്കില്ല. ഇപ്രാവശ്യം അതേപോലെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ജൽദി ആജായിയെ മാൽ ലേക്കേ ജാവോ. ഇപ്രാവശ്യം അടുത്ത സിഗ്നേച്ചർ ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്ക് അറിയാം, റീൽസിലാണ് നമ്മൾ ആ ഒരു ഡയലോഗ് പറയുക. ഇവിടെ അങ്ങനെയാണ്, ഒരു ഐറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോകും. അതാണ്. പിന്നെ ഈ ബിസിനസ് കച്ചവടക്കാർക്ക് ഹിന്ദി അറിയാലോ. ഇന്ന് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് മാഡം, ഇന്നിപ്പോ മാഡത്തിന്റെ ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് എല്ലാ കസ്റ്റമറോടും ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുള്ളൂ എന്ന് ആദ്യം അഡ്വാൻസ് ചെയ്തത്. സത്യം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അതേപോലെ പിന്നെ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച കഴിയണതും വരണ്ട ആരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ വന്നാൽ നല്ല സുഖസുന്ദരായിട്ട് നിങ്ങൾക്ക് സാധനം കാണാൻ പറ്റും. കാരണം അത് തെറ്റായ ധാരണയാണ്. മൺഡേ വന്നാലേ സാധനം കിട്ടും എന്നുള്ള ഒരുപാട് കസ്റ്റമർ മനസ്സിലുണ്ട്. അതൊരു തെറ്റായ ധാരണ. നമുക്ക് എവറി ഡേ 600 പീസാണ് നമ്മുടെ പ്രൊഡക്ഷൻ വരുന്നത്. 400-600 ഈ മൺഡേരെ ഇനി പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കോഴിക്കോടില് സ്പേസ് മാൾ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. അതിൽ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ പെറ്റൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ പുതിയ ബണ്ടൽ പൊട്ടിക്കുക, പുതിയ കളക്ഷൻസ് ഇറക്കാന്ന് എല്ലാവരും ധാരണയുണ്ട്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വണ്ടി പോയിട്ട് നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം. അപ്പൊ പരമാവധി അന്നത്തെ ദിവസം അല്ല, പിറ്റേ ദിവസം വന്നോ നിങ്ങൾ ഒരു പ്രശ്നമില്ല. ഇവിടെ വണ്ടി പോയിട്ട് നിൽക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ വണ്ടി കടത്തയുടെ കാര്യം ചിന്തിക്കേ വേണ്ട. അപ്പൊ വരുമ്പോ തിങ്കൾ വെച്ച് ബാക്കിയുള്ള ദിവസം വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അതേപോലെ മാഡം കലി പാറ്റേൺ, അനാർക്കലി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പാനൽ നമുക്ക് ഷോൾഡറിന്റെ ആ ഭാഗത്തുനിന്ന് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്ലീവ് ഒക്കെ നമ്മൾ പക്കായിട്ട്
വിത്ത് ഹാൻഡിൽ ചെയ്തതാണ് മാഡം. സത്യം ഇവിടെ വരുമ്പോഴേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ നമുക്ക് ഈ കളക്ഷൻസ് കാണിച്ചു കൊടുക്കും, നമ്മുടെ മനസ്സിലൊരു തൃപ്തി. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂണിറ്റ് അല്ല, നമ്മുടെ ഗോഡൌൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മുകളിലും ഗോഡൌൺ ഉണ്ടെന്ന് പോയില്ല. പക്ഷെ ഈ പ്രാവശ്യം ഗോഡൌൺ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കിയാലോ? എന്നാ നമുക്കൊന്ന് അത് കണ്ടിട്ട് പോയിട്ട് വരാം കേട്ടോ. അതേ യൂണിയൻ ചേട്ടന്മാര് വന്നിട്ടുണ്ട് ഫുൾ ബണ്ടൽ ഇറക്കാനായിട്ട്. അപ്പൊ ഇവർക്ക് ഡെയിലി 60-70 ബണ്ടല്. എന്റെ ഡയലോഗ് നോക്കണ്ട, ചേട്ടന്മാരെ ഇറക്കിക്കോ, ഹെൽപ്പ് ചെയ്യാൻ. പകുതി കാശ് നോക്കൂ, കൂലി വേണം കേട്ടാ. അപ്പൊ അത് സെറ്റ് ആക്കിക്കോ. അങ്ങനെയാണോ? ആ ഡയലോഗ് കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞ. നോക്കുകൂലിയില്ലെന്ന്, ഇപ്പൊ പണിയെടുത്താൽ മാത്രമേ കാശുള്ളൂ. അപ്പൊ പണിയെടുത്താ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിട്ടെ. അപ്പൊ 60-70 ബണ്ടിൽ ഡയറക്റ്റ് യൂണിറ്റിൽ നിന്ന് ഇവർക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള വരവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല ലക്ക് ടൈമാണ്, നമുക്ക് ആ സമയത്ത് കിട്ടി. ഇനി ഇത് ഫുള്ള് ഇവിടുത്തെ ഗോഡൌണിൽ സെറ്റ് ആക്കി വെക്കണം. എന്തായാലും ചേട്ടന്മാര് ഇത് ഡെയിലി വരൂല്ലേ ഇങ്ങനെ? ആ നമ്പറൊക്കെ ചെക്ക് ചെയ്യണം, അതൊക്കെയാണ്. അപ്പൊ ഇത് ഫുൾ 3 പീസ് കളക്ഷൻ ആണ്. അതും ഈ പ്രാവശ്യം ഫുൾ പ്രൊഡക്ഷൻ നടന്നിരിക്കുന്നത് ചന്തേരി, ഗ്ലാസ് ചന്തേരി കൂടാണ്ട് കുറെ വെറൈറ്റി ചന്തേരിയിൽ ഇവര് സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ചന്തേരി എന്നുള്ളത് നമ്മൾ കടയിൽ വെച്ച് കണ്ടു, എന്നാലും കുറച്ചുകൂടി കാണാം കേട്ടോ നമുക്ക്. ഇനി ഉള്ളിലും കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്, സ്റ്റോക്ക് കാര്യങ്ങള്. ഇത്ര മാത്രം വെയിറ്റ് ഉണ്ടോ ഞങ്ങളുടെ ഈ ഒരു നിസ്സാര ഈ ലൈറ്റ് വെയിറ്റ് ഡ്രസ്സിന്? ആ വെയിറ്റ് ഉണ്ട് അല്ലേ? ആ നമ്പർ നോക്കാണ്, നമ്പർ നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം ഓരോന്നോരോന്ന് ഇറക്കാനായിട്ട്. അപ്പൊ 60-70 ബണ്ടൽ വരുന്നുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ ലോഡാന്ന് തോന്നുന്നുണ്ടല്ലേ ഇത്? അല്ലെങ്കിൽ രണ്ടാമത്തെ ലോഡാ കേട്ടോ. അപ്പൊ എന്തായാലും അവരെ ഇറക്കട്ടെ, അവരെ പണി നടക്കട്ടെ. എന്തായാലും നമുക്ക് ഉള്ളിൽ കുറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിന്റെ കളക്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ തന്നെ കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് അറിയാം ഉള്ളില് മൊത്തം നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള സംഭവങ്ങള്. അപ്പൊ പണിയെടുത്തുട്ടാ, ഞാനും പണിയെടുത്തു, എനിക്കുള്ള കാശ് വേണം. ആ ഇറക്കിക്കോ. ആ എനിക്കും കാശ് കിട്ടി. നല്ല സമയത്താ വന്നേന്നാ, നല്ല സമയത്താ വന്നേന്ന്. എന്തായാലും ഇവരൊന്ന് പണി കേട്ടെ, എന്നിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കളക്ഷൻസ് നോക്കാൻ. കഴിഞ്ഞില്ല നിങ്ങളുടെ ലോഡ് ഇറക്കല്? കുറെ നേരമായില്ലോ. പൈസ കിട്ടൂല കേട്ടാ. പൈസ കിട്ടൂല, അത് കറക്റ്റ് അല്ലേ? ബാബുക്ക് അതെ കസ്റ്റമറുടെ ഇടയിലായിരുന്നു. അതിപ്പോ ഒഴിഞ്ഞാ തിരക്കൊഴിഞ്ഞാ ബാബാ, ഞങ്ങള് നിങ്ങളെ വെയിറ്റ് ചെയ്തോണ്ട് നിക്കായിരുന്നു. അപ്പൊ ബാബുക്കാരെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോഴും അതുവരെക്ക് ഇത് ഒന്ന് ഇറക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെയാണോ നിങ്ങളുടെ മൊത്തം സ്റ്റോക്ക്? ഗോഡൌൺ ഇപ്പൊ ഓൾറെഡി ഒന്ന് നമ്മുടെ 4th ഫ്ലോറിലുണ്ട്. നമ്മള് പെറ്റൽസിന്റെ 4th ഫ്ലോറിലുണ്ട്. അതിപ്പോ സ്ഥലം തികയാണ്ട് വന്നപ്പോ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഫ്ലോർ ഒന്നായിട്ട് എടുത്തതാണ്. ഓ അങ്ങനെ. അപ്പൊ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടൂല, ഇറക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം. ആ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബണ്ടലുകൾ മൊത്തം എന്താ ഇവിടെ സ്റ്റോക്ക് ആക്കിയിട്ട് കുറച്ച് സംഭവം അവിടെ പുറത്ത് മീൻസ് ഉള്ളിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും ഒന്ന് വരും. ഇവിടെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ ഇറക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്കമിങ് ഡിസൈൻസ് ആണോ എന്താണ്? ഓക്കെ, അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കല്ലേ? ഇതൊക്കെ നമുക്ക് അപ്കമിങ് ഡിസൈൻ. അതെ, ഇതൊക്കെ അപ്കമിങ് ഡിസൈൻസ് ആണ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ മെറ്റീരിയൽ വേർഷൻ പുതിയത് വന്നതാണ് മാഡം, അൺസ്റ്റിച്ചഡ്. അതെ, ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത്. ഫോക്സ് ചന്തേരി എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ വന്നത്, പക്ഷെ ബഡ്ജറ്റിലാണ് വന്നത് ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇതൊക്കെ നമുക്ക് കടയിൽ വന്നാൽ കാണാം. കടയിൽ വന്നാലും നമുക്ക് സാധനം ഇഷ്ടം പോലെ കാണാൻ പറ്റും. എല്ലാം ഓൾറെഡി അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ആണ്. അതുപോലെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് നിറയെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഓരോരോ റൂമും ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ ഇവിടെയും ഈ ഒരു റൂമിലും ഇതുപോലെ തന്നെ സ്റ്റോക്ക് ഇങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. അപ്പൊ കിട്ടണ സ്ഥലം വെറുതെ വിട്ടിട്ടില്ലേ, ഇതന്നെ തയ്യാണ്ട് വരുന്നുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ കവറിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നമ്മളെന്തായാലും ഗോഡൌൺ കാണാനും അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കും കാര്യങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ നമുക്ക് അറിയാം. അപ്പൊ യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യും. ഇവിടുന്ന് പിന്നെ ബാർകോഡും കാര്യങ്ങളും ഒട്ടിച്ചിട്ട് പെറ്റൽസിലേക്ക് വീണ്ടും പെറ്റൽസിലേക്ക് പോകും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി കുറച്ചുകൂടി കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട്. എന്തായാലും വീണ്ടും നമുക്കൊന്ന് പെറ്റൽസിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമില്ല കേട്ടോ, 5 മിനിറ്റിന്റെ വഴിയുള്ളൂ. എന്തായാലും കുറെ കളക്ഷൻസ് ലോഡൊക്കെ വന്നിറങ്ങണതൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ ഇടയിൽ കസ്റ്റമറും വന്നു, കുറച്ച് ഗ്യാപ്പ് എടുത്തു നമ്മള്. ഇനി കുറച്ചുകൂടി കളക്ഷൻസ് നമുക്കൊന്ന് കാണിച്ചാലോ? എന്തായാലും കുറച്ചുകൂടി എന്ന് പറയില്ല, ഞാൻ ആകെ കുറച്ച് ലിമിറ്റഡ് കളക്ഷൻസ് മാത്രമേ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ബൂട്ടിക്കാണ്. ബൂട്ടിക് എന്ന് പറയുമ്പോൾ ഈ മറ്റുള്ളവരെ പോലെ വലിച്ചുവാരി കാണിക്കുന്ന പരിപാടി നമുക്ക് താല്പര്യമില്ല അല്ലേ? സത്യം അതാണ്. ഉള്ളത് 10 പീസെങ്കിൽ 10 പീസ്, അത് യൂണിക് ആയിരിക്കും. എന്നാൽ ഇവിടെ 10 പീസ് എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു
ഫ്രണ്ടിലെന്ന് മാത്രം, ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് മൊത്തം കളക്ഷൻസ് ആണ് കേട്ടോ, ഈ ഫുൾ കാണുന്നത്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് അത് മൊത്തം ഇരിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം വീഡിയോയിൽ റെഡിമെയ്ഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഒരു 3 ക്ലോത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ മാഡം, മറ്റേ ഫോക്സ് ചന്തേരി, ഡയമണ്ട് ചന്തേരി, ആ പാറ്റേണിൽ നമ്മൾ ചെറിയ ബുട്ടി ചെയ്യണം. അത് വരുന്ന സാധനം അത് അപ്പോൾ തന്നെ കാണിക്കാൻ പീസ്. ഇപ്പൊ ഇന്നിപ്പോ കുറച്ച് സാധനം വന്നു, ഞാൻ വേണം ജസ്റ്റ് ഒരു ബണ്ടൽ ഏറ്റവും ഓപ്പൺ ചെയ്ത് ഒരെണ്ണം മാത്രം ഈ ഒരു കൺസെപ്റ്റ് ആണ് കൂടുതൽ വരുന്നത്. ഒരെണ്ണം മാത്രം മതി, ഉണ്ടെന്നുള്ളത് ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് കേട്ടോ. ബണ്ടൽ ഇതാ പുറത്താണല്ലേ, ആ കട വരുമ്പോഴേക്ക് സാധനം പോകുന്നു. ഇതാണ് മെറ്റീരിയൽ വരുന്നത് മാഡം. ഓക്കെ, മാർക്കറ്റിൽ എന്താണോ അവൈലബിൾ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ എന്ത് ചന്തേരിയാ? ഇത് നമ്മുടെ അൾട്രാ ചന്തേരി. ദുപ്പട്ട അതേപോലെ തന്നെ ഓൾ ഓവർ മാഡം വർക്ക് വന്നിട്ടുണ്ട് അല്ലേ, ഓൾ ഓവർ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് അങ്ങനെ. പിന്നെ പന്നേല് ക്രോഷ്യ ലൈസ് ഉണ്ടാകും. ഇങ്ങനെയാണ് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിൽ സൈസ് അല്ല, എല്ലാവർക്കും അറിയാം. അത് 4 ഡിഫറെന്റ് കളർ ആയിരിക്കും. ഇനി ഇതിന്റെ പന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പെർമൊക്കെ എങ്ങനെ കറക്റ്റ് നമുക്ക് എത്ര സൈസ് വരെയും നമുക്ക് ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിലാണ് മാഡം ചെയ്യുന്നത്. ഇത് മാക്സിമം നമുക്ക് ഡബിൾ എക്സലില് 20 ഇഞ്ച് സ്ലീവ് വരെ കിട്ടും. അത്ര വരെയ്ക്ക് നമുക്ക് കിട്ടും. കിട്ടൂല കിട്ടും, പക്ഷെ ലെങ്ത് കുറയും, സ്ലീവിന്റെ ലെങ്ത് കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 3XL 4XL അങ്ങനത്തെ മെറ്റീരിയലും അവൈലബിൾ ആണ്, പക്ഷെ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇനിയിപ്പോ അതെന്തായാലും ഒരു 5 days കഴിഞ്ഞിട്ടാണ് ആ സാധനം വരാം. നമുക്ക് അതാ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ, ആത്തഹേ ജാത്തഹേ വേറെ ഒന്നും പറയാനില്ല. ഇനി ഇതൊരു അടിപൊളി ഒരു മറൂൺ, ഇത് ഹാൻഡ് വർക്ക് ആണ് മാഡം. ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലീറ്റിന്റെ വർക്ക്, ഈ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ ജോബ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ജോബ് വർക്ക്. ഓക്കെ, അപ്പൊ ഇത് ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫോക്സ് ചന്തേരിയിൽ വരുന്നതാണ് മാഡം. അതേപോലെ തന്നെ നടക്കുകയാണ് ഫുൾ ഹാൻഡ് വർക്ക്. പിന്നെ നമ്മുടെ സാധാ സ്ലീവിന് എല്ലാ പാറ്റേണും സ്ലീവ് നോർമൽ ആയിരിക്കും. നമ്മൾ സ്ലീവിന്റെ മേലെ ഇതേപോലെ ഈ കടതാന്, അതായത് കസ്റ്റമറിന് പീസ് കാണുമ്പോൾ ഒരു എന്താണോ വേണ്ടത് മനസ്സിലുള്ളത് അത് നമ്മൾ ചെയ്തിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു 8-9 ഒരു ലുക്ക് ഉണ്ട്. 8-9 8,000 9,000 10,000 ഒരു മതിപ്പുണ്ട്. അത് റീറ്റെയിലിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക വേണം. അത് കച്ചവടക്കാരുണ്ടെങ്കിൽ മാത്രം ഹോൾസെയിലാണ്. അത് ഈ റേറ്റ് ഒന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ കച്ചവടക്കാർക്ക് അത് മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അത് എടുത്ത് പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഡയറക്റ്റ് വരിക. ഫസ്റ്റ് ടൈം ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ്. പിന്നെ സ്ഥിരമായിട്ട് ഇവരെ കൂടെ ഫാമിലി മെമ്പർ ആയിട്ട് ജോയിന്റ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാതും ഡീറ്റെയിലിംഗ് കിട്ടും. അപ്പൊ ഇതാണ് ഒരു ലുക്ക്. ഇതും ഞാൻ ആ ഡമ്മിയിൽ അങ്ങോട്ട് കണ്ടിരുന്നു. നല്ല ആ ഒരു നെക്ക് പോർഷന്റെ വർക്ക്. ഈ ഒരു പാറ്റേൺ മാഡം ഒരാളടുത്തും എസ്പെഷ്യലി നമ്മൾ അത്രയും മൈനത്ത് ചെയ്തിട്ടുണ്ടാക്കിയ സാധനമാണ്. അത് എനിക്കും ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഒരു പാറ്റേൺ ഈ ഒരു സ്ലീവ് മാഡം ജോയൻഡർ ലൈസ് വിത്ത് എംബ്രോയിഡറി ക്രോഷ്യ ലൈസ്. ഈ ഒരു ലൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഡയബിൾ എടുത്തിട്ട് നമ്മൾ തന്നെ ഡൈ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സെയിം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട്, സെയിം ആയിട്ട് കളർ കിട്ടാൻ വേണ്ടിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ദുപ്പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 പന്നലാണ് ചെയ്യുന്നത് ഫുൾ. ആ ഒരു അതെ ലേസിന്റെയും അത്രയും വീതിയിൽ ചിലർ വെറുതെ ഇങ്ങനെ ഒരു ഞാന് പോലെ ഇട്ട് വിടുന്ന പരിപാടി. അങ്ങനെയല്ല, ഇവിടെ പക്ക ഒരു സ്റ്റൈൽ, ആ ഒരു സ്റ്റാൻഡേർഡിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്നല്ല, എനിക്ക് ആളെ പറയണത് ആള് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് ഞാൻ തന്നെ പറയണം. ഇത് നമ്മൾ ഒരു സ്ഥലത്തും ഇതുവരെ കാണിച്ചിട്ടില്ല ഈ ഒരു പാറ്റേൺ. ഇത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. ബാക്കി കോപ്പി ഇത് കഴിഞ്ഞിട്ട് ഇറക്കി കഴിഞ്ഞാൽ അത് വേറെ വിഷയം. പക്ഷെ ഫസ്റ്റ് ഇവിടുന്നാണ് ഇറങ്ങിയത്. എവിടുന്ന്? പെറ്റൽസ്. അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം നമ്മുടെ ജാഫർ ഖാൻ കോളനി റോഡ്, കോഴിക്കോട് മാവ് റോഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ജാഫർ ഖാൻ കോളനി റോഡ് സ്പേസ് മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. പിന്നെ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ 3 പീസ് കളക്ഷൻസ്, അതുപോലെ തന്നെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, വേറെ ഒരു ഐറ്റം ഇല്ല. ഞാൻ അത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാരി കിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കണം. പിന്നെ എന്തെങ്കിലും സംശയം, നിസ്സാരമായിട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിച്ച് ചോദിക്കാം. ഇനി നമുക്ക് സമയം എത്ര മണി തൊട്ട് എത്ര മണി? നമ്മളിപ്പോ സീസണിൽ നമ്മൾ എല്ലാ സൺഡേയും ഓപ്പൺ ആണ്. എത്ര ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം കസ്റ്റമർ ഇപ്പൊ രാത്രി 2 മണി ഉണ്ടെങ്കിൽ 2 മണി വരെ ടൈമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു സീസൺ ടൈം. ഇനി ഈ ഒരു സീസൺ സമയം എന്ന് പറയുമ്പോൾ ഇപ്പൊ നോയമ്പ് പിടിച്ചിരിക്കുന്ന സമയം, ഈ നോയമ്പ് പിടിച്ച സമയമാണ് സാധാരണ ഹോൾസെയിൽക്കാർക്ക് കച്ചവട സമയം. ഈ നോയമ്പ് ആ ഒരു റംസാന്റെ സമയം എന്ന് പറയുമ്പോൾ അത് റീറ്റെയിൽക്കാർക്കാണ് കച്ചവടം പോകുന്നത്. അപ്പൊ ഇപ്പൊ
ഇവരുടെ ടൈമാണ് അതാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഇവിടുത്തെ ആളെ ഇങ്ങോട്ട് പോയി. ഇവിടെ ഒരു കസേരയിൽ ഒരാൾ ഇരിക്കണ്ടായിരുന്നു. വിജീഷ് അവന് പുറത്ത് പോയതാ ബണ്ടല് വന്നിട്ട് വേറെ വന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഡെയിലി 60, 70, 50 ബണ്ടലുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഈ 60, 70 എന്ന് പറയുമ്പോൾ നിസ്സാരാക്കി തള്ളിയുണ്ട്. ആ ഒരു ബണ്ടലിൽ തന്നെ 50 പീസ് 100 പീസ് ഉണ്ടാവും. അതെ അതെ 80 പീസ് എന്തായാലും 80 പീസ് ഉണ്ടാവും ഒരു ബണ്ടലിൽ തന്നെ. അങ്ങനെയാണ് കേട്ടോ 60. അപ്പൊ ചുരുങ്ങിയത് ഒരു 800 പീസ് ഡെയിലി വരുന്നുണ്ട്. പിന്നെ ഇനി ഒന്നും പറയാല്ലേ. അപ്പൊ താങ്ക് യു, ഇത്രയും നല്ല കളക്ഷൻസ് നമ്മളിലേക്ക് എത്തിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.